എൻ്റെ എഡ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞ സമയത്താണ് ഇനി എന്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് എൻ്റെ തലയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞപ്പോഴാണ്. പക്ഷേ വീട്ടിലിരുന്ന് പിന്നെ ഞാൻ ഈ വാട്ടർ കളർ കൊണ്ടൊക്കെ പേപ്പറിലൊക്കെ ആയിട്ട് പല കാര്യങ്ങളൊക്കെ വരയ്ക്കും. പക്ഷേ ഇതിനെക്കുറിച്ച് ബേസിക്കായിട്ടൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ വെറുതെ കുറച്ച് അങ്ങനെയല്ല, ഈ ആകാശ ഭൂമി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തിൻ്റെ അകത്തും ഈ ആകാശം നീല, പിന്നെ അങ്ങനെ പിന്നെ ഇതായിട്ട് പിന്നെ ഒരു തെങ്ങ്, ഒരു മരം, പിന്നെ എവിടെയെങ്കിലും ഒരു മല പോലെ അങ്ങനെയൊക്കെയാണ് വരച്ചത്. പക്ഷേ ബേസിക്കായിട്ടൊന്നും അറിയത്തില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ ഇവിടെ ഊന്നലിലായിട്ട് ഈ നെല്ലിമറ്റം നമ്മുടെ കലാഭവൻ എന്നും പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഈ നോട്ടീസ് കണ്ടപ്പം വെക്കേഷൻ ക്ലാസ് ആയിരുന്നു. അപ്പം നോട്ടീസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പോയി ചോദിച്ചു അവിടുത്തെ സാറിനോട്. അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഒന്ന് നോക്കാൻ പറഞ്ഞു. പക്ഷേ ഈ വരവ് പോക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വണ്ടി വരുന്നുണ്ട്. പക്ഷേ രാവിലെ 10 മണിയാകുമ്പോഴത്തേനും ഇവിടുന്ന് പോകും. അവിടെ ചെല്ലുമ്പോൾ പിന്നെ 12 മണി വരെയുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സാറിനോട് തന്നെ ചോദിച്ചു, എന്നെ വീട്ടിൽ വന്നൊന്ന് പഠിപ്പിക്കാവോ എന്ന് ചോദിച്ചു. ഡെന്നിമറ്റു എന്നാണ് സാറിൻ്റെ പേര്. സാറിപ്പം മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ സാറ് പറഞ്ഞ് വീട്ടിൽ വന്ന് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3-4 വർഷത്തോളം, 3-4 അതിൽ കൂടുതൽ സാറ് പഠിപ്പിക്കുമായിരുന്നു. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ സാറ് ചോദിച്ചാൽ വരും, വീട്ടിൽ വരും. ഞാനിങ്ങനെ സംശയങ്ങളും ഇതെല്ലാം കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ച് ആ സമയത്താണ് എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ സ്വിറ്റ്സർലൻഡ് ഇങ്ങനെ വായിക്കൊണ്ടും ഉള്ളത്. അങ്ങനെ അവർ വീട്ടിൽ വന്ന് അന്വേഷിച്ചപ്പം എന്നോട് വരയ്ക്കുന്ന പടവും വരച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ഗ്രീറ്റിങ്സ് കാർഡില്ലേ കുഞ്ഞിതായിട്ടുള്ള അത്തലാണ്. ഈ അന്നും ഇതുപോലൊന്നും വരച്ചിട്ടില്ല. കുറച്ച് പൂവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പണ്ടത്തെ കാർഡിൽ അങ്ങനെ വരച്ച് അവർക്ക് അയച്ചു കൊടുത്തു. അവർ വീട്ടിൽ വന്നു, അവരെ കാണിച്ചു കൊടുത്തു ഇങ്ങനെ വരയ്ക്കുന്നത് എന്നാന്നുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇന്ന ഇതിൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ലെറ്റർ വന്നു. അങ്ങനെയാണ് ഞാൻ ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എനിക്ക് കിട്ടുന്നത്. അപ്പം എൻ്റെ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയി ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ആരെങ്കിലും വരണം, പിന്നെ അല്ലെങ്കിൽ എനിക്ക് അടുത്തായിട്ടൊരു കിട്ടണം. അപ്പോൾ ഇതൊന്നും വേണ്ട, എനിക്ക് വീട്ടിലിരുന്ന് എൻ്റെ സമയം അനുസരിച്ച് എനിക്ക് ചെയ്താൽ മതി. ഇപ്പം ഞാനൊരു എത്ര 20 ഇയേഴ്സായി അതിൽ ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇപ്പം എൻ്റെ ലൈഫ് എനിക്ക് സ്വന്തമായിട്ട് ഇത് ആയി കിട്ടിയോണ്ട് എനിക്ക് സന്തോഷമായിട്ട് എൻ്റെ വീട്ടിലായിട്ട് എനിക്ക് ഹാപ്പിയായിട്ട് ഇരിക്കും.